ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ചുള്ളൊരു അനാലിസിസ് ആണിത്. തിരക്കഥ ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ, കഥയം രാമു സുനിൽ തന്നെയാണ്. അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് അലി, അനശ്വര രാജൻ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, അങ്ങനെ കുറേ പേരുണ്ട്. ആദ്യമേ പറയേണ്ടത് ആസിഫ് അലിനെ കുറിച്ച് തന്നെയാണ്. ആസിഫ് അലി കഴിഞ്ഞ വർഷം മുതൽ ഗംഭീര കംബാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തലവനാണെങ്കിൽ, ലെവൽ ക്രോസ്, കിഷ്കിന്ദകാന്ഡം, പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ ആണെങ്കിലും വെറുതെ അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ രേഖാചിത്രത്തിലും പുള്ളിയുടെ ഒരു പെർഫോമൻസ്, വെറുതെ ഒരു നീറ്റ് പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ അനശ്വര രാജൻ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. രേഖാചിത്രം എന്നുള്ള പോസ്റ്റർ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഒരു പഴയ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അഭയ കേസ് പോലെയുള്ള എന്തെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. ഈ അനശ്വര രാജൻ്റെ ഒരു കന്യാസ്ത്രീയായിട്ടുള്ള ഗെറ്റപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്നാൽ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ആ സംഭവമൊന്നും അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നുമല്ല, ഫിക്ഷണൽ പീരീഡ് സംഭവങ്ങളൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു കഥയാണ്. സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ തന്നെയാണ്. എന്നാൽ മാത്രമല്ല, നമ്മളാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് അങ്ങനത്തെ കുറേ സിനിമകളായി ഇങ്ങനെ കണ്ട് നമ്മുടെ ബ്രെയിൻ അതിനോട് യൂസ്ഡ് ആയിട്ടേക്കാണ്. ഇപ്പോൾ കുറ്റവും ശിക്ഷയും, അന്വേഷിപ്പും കണ്ടെത്തും, ഇങ്ങനത്തെ കുറേ സിനിമകളായി ഈ ഒരു ട്രാക്കിൽ തന്നെയുള്ള. എന്നാൽ ഈ സിനിമേനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്രൈം ത്രില്ലർ ട്രാക്കിൽ പോകുമ്പോഴും ഈ സിനിമയുടെ ബാക്ക് സ്റ്റോറി നിൽക്കുന്നത് 80കളിൽ നടന്ന ഒരു സിനിമാ സെറ്റിലെ മർഡർ, അല്ലാതെ സിനിമാ സെറ്റിലാണ് ഇതിൻ്റെ കുറേ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു പീരീഡ് നൊസ്റ്റാൾജിക് എലമെൻസും ഉണ്ട്. അപ്പോൾ സാധാരണ ഒരു ക്രൈം ത്രില്ലറിൻ്റെ വേൾഡിൽ നിന്ന് ഇത്തിരി വേറൊരു വലിയൊരു വേൾഡിലേക്കും കൂടി ഈ കഥ പോകുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ആ ഒരു ചെറിയൊരു വേൾഡിൽ തന്നെ കിടന്ന് ഇങ്ങനെ കഥ പോകുന്നതിന് മാറി ഇത്തിരിയും കൂടി ഒരു വേറെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സും കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പം ഒരു നൊസ്റ്റാൾജിക് പീരീഡ് എലമെൻറ്റ്സ് അതിലേക്ക് ആഡായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഓൾറെഡി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജാനറാണ് ഈ സിനിമയുടെ അകത്ത് സിനിമകൾ. ഈ ഉദയനാണ് താരം, ബെസ്റ്റ് ആക്ടറൊക്കെ പോലുള്ള. അപ്പോൾ ഈ രേഖാചിത്രത്തിലും അതുപോലെ തന്നെ ഈ 80കളിൽ നടക്കുന്ന കാതോട് കാതോര എന്ന സിനിമയുടെ ഷൂട്ടിങ്സ് എല്ലാം സംഭവങ്ങൾ. അപ്പോൾ അന്ന് ഈ ഭരതനും കമൽ ഇവരൊക്കെ ഈ സിനിമയുടെ ഷൂട്ടിങ്, അതിൻ്റെ പിന്നണിയിലെ സംഭവങ്ങൾ, അപ്പം മമ്മൂട്ടി അഭിനയിക്കുന്നത്, അപ്പോൾ അത് ആ സമയത്താണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും കൂടി ഇങ്ങനെ നമുക്ക് എന്താ പറയുക, നല്ല പീരീഡ് നൊസ്റ്റാൾജി വരുന്ന കുറേ സംഭവങ്ങളായിട്ട് ഇങ്ങനെ വർക്കാവുന്നുണ്ട്. അന്നത്തെ മമ്മൂട്ടീനെ AI ആയിട്ട് കാണിക്കുന്നുണ്ട്, അതും വെറുതെ അടിപൊളിയായിരുന്നു. സാധാരണ AI ആയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അത് കൊളോവാറാണ് പതിവ്. ഇപ്പോൾ ഗോട്ടിൽ വിജയനൊക്കെ ആണെങ്കിലും DAGing ഇങ്ങനെയുള്ള സംഭവമൊക്കെ വരുമ്പോൾ അത് പൊതുവേ അത് ഫെയിലാവാറാണ് പതിവ്. എന്നാൽ ഇത് നല്ല രീതിയിൽ അത് വർക്കായി. അപ്പോൾ നമുക്ക് ഭയങ്കര അന്നത്തെ ആ ഒരു വൈബ്, മമ്മൂട്ടിയുടെ അന്നത്തെ ഒരു ഇതും അല്ലെങ്കിൽ അന്നത്തെ ഒരു ഷൂട്ടിംഗ് സെറ്റിലെ സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു കൊള്ളാവുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു 5-ൽ 3.5 സ്റ്റാർ കൊടുക്കാവുന്ന ഒരു വെരി ഗുഡ് മൂവിയാണ് രേഖാചിത്രം. ഇപ്പോൾ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ഞാനത് സ്പോയിലറായിരിക്കും പറയാൻ പോകണം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സിനിമ ഇവിടെ നിർത്തിയിട്ട് പോസ് ചെയ്ത് വെക്കുക. അതായത് സിനിമ കണ്ടവരോടാണ് ഞാൻ പറയുന്നത്, അത് സ്പോയിലർ അലേർട്ടാണ്. എനിക്ക് തോന്നിയത് ഇതിലെ ട്വിസ്റ്റ് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. അതായത് സാധാരണ നമുക്കറിയാം, ഇപ്പോൾ ഒരു മർഡർ ഇങ്ങനെ കാണിച്ചിട്ട് പെണ്ണാണെങ്കിൽ അതൊരു റേപ്പ് മർഡർ ആണെന്നുള്ള രീതിയിൽ തോന്നിപ്പിച്ചിട്ട് വില്ലന്മാരുടെ ഒരു ഗ്യാങ്ങിനെ ഇങ്ങനെ കാണിച്ചിട്ട്, പക്ഷേ എനിക്കെന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇപ്പോൾ യൂഷ്വലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പെണ്ണായിരിക്കും വില്ലത്തി, അല്ലെങ്കിൽ ഇതിൻ്റെ കുറ്റം ചെയ്തത്, ക്രൈം ചെയ്തതിൻ്റെ ഒരു മെയിൻ വില്ലത്തി ഒരു പെണ്ണായിരിക്കും എന്നുള്ളൊരു തോന്നൽ എനിക്ക് ആദ്യമേ വന്നായിരുന്നു. എന്നാൽ അത് അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കൂടാതെ സ്ക്രിപ്റ്റിൽ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇപ്പോൾ ട്രാൻസ് സിനിമയിലൊക്കെ കാണിച്ചല്ലോ. ഇപ്പോൾ അതായത് ഈ പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് വരുന്തോറും ഈ സാക്ഷികളെയും ഇവരെയൊക്കെ വില്ലന്മാരിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താ ഇവിടെ ഇത്രയും ഫ്രീ ആണ് നമ്മുടെ നാട്ടിലെ നിയമമൊക്കെ എന്ന് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ വില്ലന്മാർക്ക് ഇത്ര മണ്ടന്മാരാണെന്ന് തോന്നുന്ന രീതിയിൽ അങ്ങനെ ചില സംഭവങ്ങൾ തോന്നിയായിരുന്നു, ചില ലൂപ്പ് ഹോൾസായിട്ട്. എങ്കിലും ഒരു മൊത്തത്തിലൊരു നല്ലൊരു സിനിമയായിട്ട് തന്നെ, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ ആയിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.